ഹായ്. നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ മിക്കപ്പോഴും അതേ സാധനമായിക്കോട്ടെ, എത്ര നിസ്സാര വിലയുടെ ആണെങ്കിലും എത്ര വലിയ വിലയുടെയുള്ള സാധനം വാങ്ങുമ്പോൾ നമ്മൾ നല്ലത് കിട്ടണം എന്നാഗ്രഹിക്കുന്ന മനുഷ്യരാണ്. അതുപോലെ തന്നെയാണ് വാങ്ങുന്ന സാധനങ്ങളല്ല, മറ്റൊരു സേവനമാണെങ്കിൽ പോലും ബെസ്റ്റ് കിട്ടണം, ബെസ്റ്റായിട്ടുള്ള സേവനങ്ങൾ കിട്ടണം. ഒരു സ്കൂളിൽ ചേർന്ന് മക്കളെ കൊണ്ട് ചേർത്താൽ നല്ല സ്കൂളിൽ ചേർക്കണം, നല്ല കോളേജിൽ ചേർക്കണം, നല്ല കോഴ്സ് പഠിക്കണം. അതുപോലെ എന്ത് കാര്യങ്ങളാണെങ്കിലും നന്മ അല്ലെങ്കിൽ ഉള്ളതിൽ ബെസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് അഫോർഡ് ചെയ്യാവുന്നതിൽ ബെസ്റ്റ് നമുക്ക് തിരഞ്ഞെടുക്കണം എന്നാഗ്രഹിക്കുന്ന മനുഷ്യർ. പക്ഷേ എൻ്റെ ചില ആനുകാലിക അനുഭവങ്ങൾ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കാൻ എന്നെ ഇടയാക്കി. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ദൈവത്തെ തിരഞ്ഞെടുക്കുമ്പോൾ പല മനുഷ്യരും, ദൈവത്തെ തിരഞ്ഞെടുപ്പാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്, അങ്ങനെ തന്നെ ആവണം എന്നാണ് ഞാൻ പറയുന്നത്. പലപ്പോഴും നമ്മൾ ഓരോരുത്തരും ഒരു സമൂഹത്തിൽ ജനിച്ചു പോയി ആ പഠനങ്ങളെ ഫോളോ ചെയ്ത് പോരുന്നു. പിന്നെ അതിനെക്കാട്ടി അങ്ങനെ വലിയ കൂലങ്കഷമായ പഠനങ്ങളൊന്നും നമ്മളായിട്ട് നടത്തുന്നില്ല. ഒരു ഓളത്തിനങ്ങ് ഒരു ഒഴുക്കിനങ്ങ് പോവുകയാണ്. പക്ഷെ വളരെ ചുരുക്കം ആൾക്കാരുടെ ജീവിതാനുഭവങ്ങൾ അവരെ ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുവാനും അല്ലെങ്കിൽ അവരുടെ ചില നിസ്സഹായതകളിൽ ദൈവത്തിൻ്റെ കരുതൽ അനുഭവിക്കാനും ഒക്കെ ഇടയായിട്ട് മനുഷ്യർ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നുണ്ട്. എന്നാൽ അല്ലാത്ത ബഹുഭൂരിപക്ഷം എന്തുകൊണ്ടാണ് അവനവൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതെന്ന് പറയുവാനോ അല്ലെങ്കിൽ അവനവൻ്റെ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ദൈവവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്താണ് എന്ന് പറയുവാനോ ഒന്നും അറിവുള്ളവരോ അല്ലെങ്കിൽ അതിന് പരിശ്രമിക്കുന്നവരോ അത് പഠിക്കുന്നവരോ ഒന്നുമല്ല. അതൊരു വളരെ തെറ്റായ പ്രവണതയാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പലരും ഇതൊക്കെ ഒരു സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ ആവശ്യം മാത്രമാണ്, അല്ലെ സോഷ്യൽ ഗെറ്റ് ടുഗദർ. നമ്മളിപ്പം കുറച്ച് പേര് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ സംവദിക്കുന്നു, മറ്റു ചിലർ ചിലപ്പം നൈറ്റ് ക്ലബ്ബുകളിൽ പോകുന്നു, അല്ലെങ്കിൽ മറ്റ് ക്ലബ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സോഷ്യൽ ഗ്യാതറിങ്ങുകൾ പലയിടത്തുകളിൽ നടത്തുന്നു, പല പേരുകളിൽ നടത്തുന്നു. കുറച്ച് പേര് രാഷ്ട്രീയം നടത്തുന്നു, കുറച്ച് പേര്. അപ്പം മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ്, സഹവർത്തിത്വത്തോടെ ജീവിക്കേണ്ട ജീവിയാണ് എന്നുള്ള ആവശ്യം അവർ അംഗീകരിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഈ വിശ്വാസി സമൂഹമായിട്ട് ചേർന്ന് നിൽക്കണം എന്നാഗ്രഹിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ കുറച്ച് റിച്വൽസ്, ആരാധനാനുഷ്ഠാനങ്ങൾ അങ്ങ് നടത്തി പോകുന്നു എന്നുള്ളതല്ലാതെ അവനവൻ്റെ ബേസ് എന്താണ് എന്ന് പറയുവാനോ മറ്റൊരുത്തൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി പറയാനോ ഒന്നും അറിവില്ല, മെനക്കെടാൻ തയ്യാറല്ല. എന്ത് നിരാശാജനകമായ ഒരു അനുഭവമാണല്ലേ. ഞാൻ ഇത് കാണുന്ന ആൾക്കാരോട് ചോദിക്കുന്നത്, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ബേസ് എന്താണെന്നൊന്ന് പറയാമോ?